തിരുവനന്തപുരം വർക്കല പാപനാശം നടപ്പാത അപകട ഭീഷണിയിൽ. ഹെലിപാഡ് മുതൽ തിരുവമ്പാടി വരെയുള്ള നടപ്പാതയുടെ അരികിലെ കോൺക്രീറ്റ് സുരക്ഷാ ഭിത്തികളുടെ ഭാഗങ്ങൾ കടലിലേക്ക് പതിച്ചതോടെ കാൽനട യാത്ര അതീവ അപകട നിലയിലാണ്. അനധികൃത നിർമ്മാണങ്ങൾ കാരണം നടപ്പാതയുടെ വീതി കുറഞ്ഞതായി നാട്ടുകാർ ആരോപിക്കുന്നു. ദിനംപ്രതി ആയിരക്കണക്കിന് സ്വദേശികളും വിദേശികളും ഉപയോഗിക്കുന്ന ഈ പാതയുടെ അരികിലെ കോൺക്രീറ്റ് സുരക്ഷാ ഭിത്തികളുടെ ഭാഗങ്ങൾ കടലിലേക്ക് പതിച്ചതോടെയാണ് കാൽനടയാത്ര അതീവ അപകട നിലയിലായത്. തകർന്ന ഭാഗങ്ങളിൽ മുളകളും തടികളും ഉപയോഗിച്ച് താൽക്കാലിക വേലി സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അത് സുരക്ഷ ഉറപ്പാക്കാൻ പര്യാപ്തമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാൽ വഴുതിയാൽ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് വീണ് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. പ്രദേശത്തെ വഴിവിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങളേറെയായി. സമീപത്തെ റെസ്റ്റോറന്റുകളുടെയും റിസോർട്ടുകളുടെയും വെളിച്ചമാണ് യാത്രക്കാർക്ക് ഏക ആശ്രയം. നിരീക്ഷണ ക്യാമറകളും പല സ്ഥലങ്ങളിലും തകർന്ന നിലയിലാണ്. നമ്മുടെ അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കലയില് പാപനാശത്തും ക്ലിഫുകളിലും തെരുവുകളകൾ കത്താതായിട്ട് മാസങ്ങളായി. അത് പ്രധാനപ്പെട്ട നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് തെരുവുകൾ വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പോസ്റ്റുകളിലുണ്ട്. ഇത് മാസങ്ങളായിട്ട് പ്രകാശിക്കാതായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറകൾ പോലീസിന്റെ നിരീക്ഷണത്തിനും ഒക്കെ ആയിട്ട് ഇവിടെ നിരവധി ക്യാമറകൾ ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതും പ്രവർത്തിക്കാതായിട്ട് മാസങ്ങളായി. പലതും മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മുടെ ഇവിടെ ഈ ക്യാമറകളും ലൈറ്റ് സംവിധാനവും കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറച്ചെങ്കിലും കുറയ്ക്കാൻ കഴിയും. പക്ഷെ ഇപ്പം വളരെ രൂക്ഷമായ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഈ ക്രൈം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലിഫ് മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങൾ വർഷങ്ങളായി തുടരുകയാണെന്നും ഇവയാണ് കുന്നിന്റെ സ്വാഭാവിക ഘടനയെ ദുർബലമാക്കുന്നതെന്നും പ്രകൃതി സംരക്ഷണ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കഴിഞ്ഞ ദിവസം ക്ലിഫ് മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നതിനായി നഗരസഭാ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ റിസോർട്ട് ഉടമകളും നടത്തിപ്പുകാരും നടത്തിയ പ്രതിഷേധവും ആത്മഹത്യാ ഭീഷണിയും വലിയ ചർച്ചയായിരുന്നു. എന്നാൽ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. നടപ്പാതയുടെ ശാസ്ത്രീയ പുനർനിർമ്മാണം, സുരക്ഷാ ഭിത്തികളുടെ അടിയന്തര അറ്റകുറ്റപ്പണി, വഴിവിളക്കുകളും നിരീക്ഷണ ക്യാമറകളും പുനഃസ്ഥാപിക്കൽ, അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കൽ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.